ലാലേട്ടൻ പറയുന്ന പോലെ മേക്ക് ബിലീഫാണ് മോനെ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബിലീഫാക്കാൻ നമ്മളെ പറ്റിയിട്ടില്ല. ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ഭയങ്കര ഒരു ത്രില്ലറാണെന്നാണ് എനിക്കൊരു തോന്നുന്നത്. പക്ഷെ ആ ഒരു ലെവലിൽ പടം വന്നിട്ടില്ല. ഇവിടെ സത്യമായിട്ടും പടം ജസ്റ്റ് ഉണ്ടേ നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റും. ആസിഫ് അലി ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതായിട്ടും വിചാരിച്ചില്ല. അത് നല്ല പടം തന്നെയായിരുന്നു. ജെന്യുവനായിട്ട് ഒരു കുഴപ്പമില്ലാത്ത പടമായിരുന്നു. ഒരു സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഇടയ്ക്ക് വെച്ചൊന്ന് വലിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നെഗറ്റീവ്സ് ഒന്നുമില്ല, കൊള്ളായിരുന്നു. ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ഭയങ്കര ഒരു ത്രില്ലറാണെന്നാണ് എനിക്കൊരു തോന്നുന്നത്. പക്ഷെ ആ ഒരു ലെവലിൽ പടം വന്നിട്ടില്ല. ഒരു വലിയ സംഭവമായിട്ടൊന്നും പ്രതീക്ഷ വരുത്. ജസ്റ്റ് ഒരു 1 ടൈം വാച്ച് ചെയ്യാനുള്ള പടമുണ്ട്. നൈസായിട്ട് കണ്ടിരിക്കുക. വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു 80s കാലഘട്ടത്തിലേക്ക് ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ കൊള്ളാം. അനശ്വര കറക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടർ പക്കായിട്ട് അനശ്വരയ്ക്ക് ആപ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആസിഫ് അലി പുള്ളിക്കാരൻ രക്ഷയില്ല. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഇവിടെ സത്യമായിട്ടും പടം ജസ്റ്റ് 1 ടൈം നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടിയുണ്ട്. ട്രailerൊക്കെ കണ്ട് വലിയൊരു എക്സ്പെക്ടേഷൻ ആയിട്ട് പോകരുത്. ഇങ്ങനത്തെ നേരത്തെ പടം ദി പ്രീസ്റ്റ് അതിനെക്കാട്ടിലും ഫാർ ബെറ്ററാണ് ഈ ഒരു പടം. പക്ഷേ എനിക്ക് ഐഡന്റിറ്റി അത്ര ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഐഡന്റിറ്റിയാണ് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. എന്തായാലും 1 ടൈം വാച്ചബിൾ. അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പ്രത്യേകിച്ച് എല്ലാം പുതിയ ആക്ടേഴ്സ് ആയിരുന്നു. നല്ല പടമായിരുന്നു. നല്ല കാണാൻ ഒരു നല്ലതായിരുന്നു. ആസിഫ് അലി അടിപൊളിയായിരുന്നു. അനശ്വര രാജ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വില്ലത്തിയായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു അടിപൊളിയായിരുന്നു. സെറ്റ് അടിപൊളി പടമായിരുന്നു ബ്രോ. ഒന്നും പറയാനില്ല. നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ആസിഫ് അലി ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതായിട്ടും വിചാരിച്ചില്ല. അത് നല്ല പടം തന്നെയായിരുന്നു. മസ്റ്റ് വാച്ചബിളാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. അത്രേ ഉള്ളൂ. ഡയറക്ഷൻ കൊള്ളായിരുന്നു. മേക്കിംഗ് എല്ലാം കൊള്ളാം. സ്റ്റോറി ലൈനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ചെറുതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് കേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സാമ്യമായിട്ട് തോന്നിയായിരുന്നു ചെറുതായിട്ട്. പക്ഷേ മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്. കൊണ്ടുപോകുന്ന എൻഡിങ് ആയാലും പിന്നെ ഇടയ്ക്ക് വിചാരിക്കാത്ത ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. കൊള്ളായിരുന്നു മൂവി. ഡയറക്ഷൻസും അഭിനയെല്ലാം ലൈക്ക് പാസ്റ്റും പ്രസൻറ്റും ഒക്കെ കാണിച്ചതും പിന്നെ മമ്മൂട്ടിയുടെ എഫക്ട്സ് മുഖത്തിൽ കൊണ്ടുവന്നതും അതൊക്കെ നല്ല വിഷ്വലി കണ്ടിരിക്കാം. ആദ്യം കുറച്ച് സ്ലോ പേസിംഗ് ആയിട്ട് മേ ബി തോന്നും. ബട്ട് അറ്റ് ദി എൻഡ് നല്ല പേസിലാണ് പോയത്. കൊള്ളായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. ജെന്യുവനായിട്ട് ഒരു കുഴപ്പമില്ലാത്ത പടമായിരുന്നു. ഒരു സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഇടയ്ക്ക് വെച്ചൊന്ന് വലിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഒരു വട്ടം കണ്ടുകൊണ്ടിരിക്കാം. ലാഗ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാം എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിലോട്ടുള്ള ഒരു ഇത് കുറച്ച് ലാഗായിരുന്നു. നെഗറ്റീവ് വരാൻ ആവറേജ് ആവാനേ ചാൻസ് ഉള്ളൂ. നെഗറ്റീവും വരും, ആവറേജും വരും. മടുപ്പിക്കലായിട്ട് അത്രയ്ക്കില്ല. കണ്ടിരിക്കാം. കൊടുത്ത പൈസയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. ഫാമിലിയോടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തൃപ്തിയോടെ ഇറങ്ങാൻ പറ്റും. കൊള്ളായിരുന്നു. എക്സ്പെക്ട് ചെയ്ത അത്രയും കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. അനശ്വര രാജനും ആസിഫ് അലിയും ഒക്കെ അടിപൊളിയായിരുന്നു. നെഗറ്റീവ്സ് ഒന്നുമില്ല, കൊള്ളായിരുന്നു. ചേട്ടാ ഇപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ജോഫിൻ ജിയുടെ ഡയറക്ഷൻ ഒരു പ്ലസ് പോയിന്റ് ആണ്. എങ്ങനെ ആയാലും ആസിഫ് അലിയുടെ ആ ഒരു ആസിഫ് അലിയുടെ ആക്ടിങ്ങിൻ്റെ ആ ഒരു പവർ നമുക്കതിൽ കാണാനുണ്ട്. ആസിഫ് അലി ഇപ്പോൾ നമ്മൾ ഇഷ്കിന്ന കണ്ടതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വേവ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ മേക്കപ്പാണ്. മേക്കപ്പ് വന്നിട്ട് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. ആർട്ട് ആ ഒരു സെക്ഷനിൽ നിന്ന് ബാക്കി സ്കെൽട്ടണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളു. പക്ഷേ ആ മേക്കപ്പിൻ്റെ ഒരു കുറവ് നമുക്ക് അറിയാനുണ്ട്. പ്രായമായവരെ കാണുമ്പോൾ പ്രായമായിട്ടില്ല, അവർ ശരിക്കും അങ്ങനെയല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ പറയുന്ന പോലെ മേക്ക് ബിലീഫാണ് മോനെ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബിലീഫാക്കാൻ നമ്മളെ പറ്റിയിട്ടില്ല, ബിലീവ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും സമയം മാറിപ്പോയി. കുറച്ച് മുമ്പേ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലൊരു ഹിറ്റ് ആവേണ്ട സിനിമയാണ്. അല്ലാതെ ഇപ്പം മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ടെങ്കിൽ മലയാളി ഓഡിയൻസ് എന്തായാലും അതിനേക്കാളും മുകളിലെത്തി എന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് നെഗറ്റീവ് പറയാനൊന്നുമില്ല. പക്ഷേ തിയേറ്ററിൽ വന്ന് ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന എൻഗേജിങ് ആയിട്ടുള്ള, പക്ഷേ അത്ര ഹൈ ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകണ്ടാത്ത ഒരു സിനിമ, നോർമൽ സിനിമ. നെഗറ്റീവ് അടിക്കുവാണെങ്കിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ ചിന്താഗതി എത്ര മാറി. കാരണം ഇപ്പോൾ നമ്മൾ 2024 പടങ്ങൾ എടുത്തു നോക്കി അറിയാം. കിഷ്കിന്ദ കാണ്ഡം അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഹിച്ച്കോക്കിയൻ ലെവൽ പടങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ലെവല്. പക്ഷേ ആ ഒരു ലെവലിലോട്ട് ഈ പടം എത്തിയിട്ടില്ല. നെഗറ്റീവ് അടിക്കുന്നെങ്കിൽ അത് തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ പടത്തിൻ്റേതായിട്ട് ഉള്ള മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ തിരക്കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കൊണ്ട് മിസ്റ്റേക്ക് കൊണ്ട് ഇത് നെഗറ്റീവ് അടിക്കത്തില്ല. സിനിമ കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആക്ടേഴ്സൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി നല്ലോണം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളായിരുന്നു. എബോ ആവറേജ് ആയിരുന്നു. നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു.